ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആദിത്യ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളതേ ചാട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചാട്ടുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിയിൽ ആർത്താറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് അടുത്ത് സ്റ്റോപ്പായിട്ട് വരും. വലിയൊരു ഇറക്കമുള്ള സ്ഥലമാണ്. ഇറക്കം കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നതാണ് ചാട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലം. ചാട്ടുകുളം എന്നുള്ള പേര് പോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ചാട്ടുകുളം ഓൾമോസ്റ്റ് കുന്നംകുളത്തെ ഏറ്റവും വലിയ കുളമായിട്ട് വരും. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ കുളങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ജലാശയങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന സമയമാണ്. എന്തായാലും നമ്മളെ ജനപ്രതിനിധികളും നാട്ടുകാരും ഇതിന് മുൻകൈ എടുത്തവരൊക്കെ കൂടിയിട്ട് ചാട്ടുകുളത്തിനെ എന്തായാലും പുനരുജ്ജീവിച്ചിരിക്കുകയാണ്. വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുള്ള കുളമാണ്. ഇത് ഓൾമോസ്റ്റ് നമ്മളെ നാട്ടിലത്തെ എല്ലാവരും നീന്തൽ പഠിച്ചിട്ടുണ്ടാവും ഈ കുളത്തിൽ നിന്ന്. അടിപൊളി ദ്രാലുണ്ടാവും. ദ്രാലും കുട്ടികളാണ്. നിങ്ങൾ ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും അടിപൊളി ബ്രാലും കുട്ടികളാണ്. അതൊരു നല്ല സിഗ്നലാണ്. ഈ വെള്ളത്തിൽ മാലിന്യം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുളം. രാവിലെയും വൈകിട്ടൊക്കെ ഇതിൽ ഇങ്ങനെ നടക്കുമ്പോഴുള്ളൊരു പ്രത്യേക തരം വൈബാണ് കേട്ടോ. അത് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പ്രത്യേക തരം വൈബ്. ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൈവരികളും ഇതൊക്കെ തീർത്ത് വരുമ്പോൾ പ്രത്യേക ലുക്കായിരിക്കും. ഈവനിങ് ടൈമിലൊക്കെ കുട്ടികളായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളി. ഈ കുളം പണി കഴിഞ്ഞാൽ ഈ വീണ്ടും ഇതിലേക്ക് വേസ്റ്റോ യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മളെ ഇടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ വൃത്തി ഇതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം. ആശംസിക്കല്ലേ, കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാം. ഗംഭീരമായിട്ടുണ്ട് നടപ്പാത കേട്ടോ. ഈ നടപ്പാതയിൽ കൂടെ നടന്നത്. ഇവിടെ ഞങ്ങൾ വന്ന സമയം രാവിലെയാണ്. ഇവിടെ എല്ലാവരും ഇവിടെ കുളിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഇത് ആർത്താറ്റ് മഹാവിഷ്ണു ക്ഷേത്രം. രാവിലെയാണ്, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വലിയ തിരക്ക് കാണാനില്ല, വലിയ തിരക്കൊന്നുമില്ല. അമ്പലത്തിൽ വലിയ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ബിരിയാണിയൊക്കെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, ഇത് എന്തിൻ്റെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചാനലിന് വേണ്ടി എടുത്താണെന്ന് പറഞ്ഞു. എന്തായാലും അധികം നേരം സംസാരിക്കാൻ പറ്റിയില്ല. തിരിച്ച് നമുക്ക് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. കൊച്ചിൻ ദിവസം പോകേണ്ടതാണ് ആർത്താറ്റ് മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ ഇത് നമ്മളിവിടുന്ന് ഈ പടവിൻ്റെ അവിടെ ഇവിടെ കുറേ പടവുകൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നുണ്ടാ. പണി തീർന്ന പടവിൻ്റെ അവിടെ കുറേ പേര് കുളിക്കാൻ നിൽക്കുന്നുണ്ടാ. നല്ല നമുക്ക് അവരോട് തീ പോവാം. ഇനിയിപ്പോൾ അവർ കുളിക്കണത് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഈ ചാട്ടുകുളം ജുമാ മസ്ജിദ്. ചാട്ടുകുളം ജുമാ മസ്ജിദ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നേരെ മുന്നിലാണ് നമ്മളെ കുളം കേട്ടോ. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മളൊന്ന് പറഞ്ഞു മാത്രം. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം ഞങ്ങളവിടേക്ക് തന്നെ എന്തോരം കുളങ്ങളൊക്കെ തൂർത്ത് പോയിരുന്നത്. ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കുളങ്ങളൊന്നും ഇപ്പം ഇല്ല. നീന്താൻ അറിയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. എനിക്ക് നീന്താൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നീന്തിയിട്ടുള്ള വീഡിയോ ഇല്ല. എനിക്ക് നീന്താൻ അറിയില്ല. നീന്താൻ അറിയുന്ന ആൾക്കാർ ഇവിടെ കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കിയേക്കാം. ചാട്ടുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ട്. അതേ പോകുന്നൊരു ചേട്ടൻ, ഇത് മഹേഷേട്ടൻ. മഹേഷേട്ടനെ എനിക്ക് പരിചയമുണ്ട്. ഗുരുവായൂരത്തെ ഒരു പ്രശസ്തനായ ഇലക്ട്രീഷ്യനാണ് കക്ഷി. അപ്പോൾ ആളിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരാൾ നീന്തി കര പിടിക്കാൻ പോവാണ്. ഈ നീന്തി കര പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ് കേട്ടോ. അത്യാവശ്യം വരുന്നത് വേറൊരു ചേട്ടൻ അവിടെ കിടന്ന് നീന്തി തുടിക്കുന്നുണ്ട്. വെള്ളം അത്ര ക്ലിയറാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്ര ധൈര്യത്തിൽ ഇതിൽ നീന്തണത്. ക്ലിയർ എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള മാലിന്യം ഇല്ല. ഇനി മാലിന്യം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് ഉത്തരവാദി. ഇത് വേറൊരു ചേട്ടൻ ആ തെറ്റത്തേക്ക് എത്തി തുടങ്ങി. എൻ്റെ പൊന്നോ, നീന്തൽ നല്ലൊരു വ്യായാമമാണ് കേട്ടോ. നമുക്കറിയാത്തതുകൊണ്ടാണ്. ഒരു ചേട്ടന് വയ്യാത്ത കാരണം കേട്ടോ. അപ്പോൾ ആൾ എക്സസൈസിന് വേണ്ടി ചെയ്യണതാണ്, അല്ലാതെ കളിക്കണമല്ല.
കാലിന് ആയാസത വർദ്ധിപ്പിക്കാനാണ് അത്രേ. തമാശയുടെ ആ തെറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്. എത്ര ദൂരം വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല കേട്ടോ. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലടിക്കണം. നമുക്ക് ശ്രമിച്ച് നോക്കാം. എന്തായാലും മഹേഷേട്ടൻ അങ്ങോട്ട് എത്തണേക്കാട്ട് മുന്നേ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് മഹേഷേട്ടൻ്റെ പിന്നാലെ പോകാം. വേറൊരു ചേട്ടൻ കയറാനുള്ള പരിപാടിയാണ്. രാവിലെ നല്ല രസമാണ് കേട്ടോ അവിടെ. രാവിലെ ഒരുപാട് പേര് ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട്. നമ്മളറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കിവിടെ ക്യാമറ വയ്ക്കാം. അറിയാത്ത ആൾക്കാരാണ് അവർ കുളിക്കുന്നത് എടുത്തെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവുമോ? വേറെ ചേട്ടൻ അകലെന്ന് വരുന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ സ്ഥിരക്കാരായിരിക്കും. സ്ഥിരം നീന്തുന്നവർക്ക് കയ്യിനൊരു ഇതായിരിക്കും. ഇത് മഹേഷേട്ടനാണ്. മഹേഷേട്ടൻ ഇതാ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. മഹേഷേട്ടൻ്റെ പിന്നാലെ ഞാൻ സഞ്ചരിച്ചതാണ്. എന്തായാലും നോക്കി നോക്കാം, ആളെവിടം വരെ പോകുമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇവിടെ അടുത്ത് തന്നെ ഇതിൻ്റെ പണിയൊക്കെ കഴിയും കേട്ടാ. പണി കഴിയും. അപ്പോൾ എല്ലാവരും പണി കഴിഞ്ഞാൽ മഹേഷേട്ടൻ കര പിടിക്കാനുള്ള പരിപാടിയാണ്. കര പിടിക്കണോ എന്നാലും നോക്കി നോക്കാം. അപ്പോൾ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇത് കാണുന്നത് നന്നായിരിക്കും. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജലാശയങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത് വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. സ്വിമ്മിംഗ് പൂളും ഇതൊന്നും കാണാതെ ഇത്തരമൊരു കാഴ്ച കാണുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരിക്കും. എന്തായാലും നോക്കി നോക്കാം. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, കമൻറ്റ് എല്ലാം തരണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.